जो तुमको अपने रुबूबियत के फैजान से मालामाल कर रहा है, वो रुबूबियत को जानो, कैसा मेरा रब अपने फैजान से मुझे मालामाल कर रहा है। देखो हमारी क्या हकीकत थी, हमारा क्या नाम था, हमको कौन पहचानता था, कौन जानता था। एक नुत्फा, ऐसे तो कई नुत्फे बह गए, लेकिन कई नुत्फों में से, हजारों में से अल्लाह एक को चुना और उसी में से हमारे सूरत को बना रहा है। बुजुर्गों, हर नुत्फे से अल्लाह हमारी सूरत को नहीं खींचा, बल्कि हजारों लाखों नुत्फों में से बुजुर्गों जो बह गए, उसमें से अल्लाह ताला एक को चुनकर अल्लाह ताला वो एक से हमारी सूरत को खींच रहा है। बुजुर्गों, कैसी सूरत खींचा, हमारी कोई हमको पहचानता नहीं था, हम किसी के इल्म में नहीं थे कि हम कैसे होने वाले हैं, लेकिन अल्लाह बेहतर जानने वाला है, अल्लाह जानने वाला है। लोग ये परेशानी में ये तक नहीं मालूम है आज माँ बाप को कि माँ हमल से है या नहीं है, आज हम परेशान है, रहम में औलाद है या नहीं है, हम बेफिक्र है, बेनियाज है, अगर है भी तो इसकी कैसी इसकी परवरिश करे, कैसे इसकी हिफाजत करे। अल्लाह कैसी हिफाजत कर रहा है, कैसी हिफाजत कर रहा है। अल्लाह ताला हमारे माँ के रहम में हमारी सूरत को खींच रहा है। युसव्विरुकुम फिल अरहाम कैफ़ यशा, माँ की सूरत में हमने कैसी तुम्हारी तस्वीर को खींचा है, जरा आप बतलाइए। एयरपोर्ट में हर जगह आंखों का, चेहरे का टेस्ट लिया जा रहा है। ये क्यों लिया जा रहा है? मालूम है साइंसदान को, मालूम है सारी दुनिया को, एक का चेहरा एक से मिलता हुआ नहीं है, एक का चेहरा एक से मिलता हुआ नहीं है। बतलाइए, आज इंजीनियर आर्किटेक्ट एक बिल्डिंग बनाता है तो उसके सामने एक रखा हुआ एक सूरत, उसको देखकर उसकी कॉपी मारता है। और हमारा रब कैसा है, कैसा हमारा रब है, किसी को देखकर किसी का चेहरा नहीं बना रहा है, अपने इल्म में जो बेहतर है वो सूरत को अल्लाह सामने ला रहा है। हम शुक्र अदा करना, ऐसे रुबूबियत के फैजान से मेरा रब मुझे मालामाल कर रहा है। वो रब को जानकर अल्लाह इरशाद फरमा रहा है, उसके सामने उसकी बड़ाई बयान, अल्लाहु अकबर बोलो, अल्लाह तुम्हारी मदद फरमाएगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മഅബൂദായി അവന് ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പന നമ്മളെ മുന്നിൽ വെച്ചപ്പോൾ അവൻ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ നമ്മളുടെ റബ്ബാണ്. ആ റബ്ബായിക്കൊണ്ട് അവൻ്റെ റുബൂബിയത്തിൻ്റെ ഫൈലാന് കൊണ്ട് എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ റബ്ബിൻ്റെ റുബൂബിയത്തിനെ അറിഞ്ഞുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുക എന്ന കൽപ്പനയാണ് അല്ലാഹു തആല നമ്മളെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ വസ്തുതയാണ് നമ്മൾ അറിയേണ്ടത്. അഥവാ അള്ളാഹുവിൻ്റെ ആ റുബൂബിയത്ത് നമ്മളിലേക്ക് ബന്ധപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെ ലോകത്ത് ആരറിയാനാണ്? നമ്മൾക്ക് എന്ത് തിരിച്ചറിവും നമ്മൾക്ക് എന്ത് അഡ്രസ്സുമാണ് ഉണ്ടായിരുന്നത്? നമ്മൾ ഇന്ന് അറിയപ്പെടുന്നവർ നമ്മൾക്കൊരു അഡ്രസ്സും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണ്? നമ്മളെ ഉടമസ്ഥനായ റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ റുബൂബിയത്തിൻ്റെ ഫൈലാൻ നമ്മളോട് ബന്ധപ്പെടുത്തിയതിന് കാരണമായിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾ പേരുള്ളവരും അഡ്രസ്സുള്ളവരുമായി മാറിയിട്ടുള്ളത്. അതെങ്കിൽ നമ്മളെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ പോലും ലോകത്ത് ഒരാളും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ഉത്ഭവാവസ്ഥയിൽ നമ്മളെ സ്ഥിതി എന്തായിരുന്നോ, നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്? നമ്മൾ വെറും ഒരു വെള്ളത്തുള്ളി മാത്രം, ഒരു ചെറിയ തുള്ളിയുടെ ഒരു കണം മാത്രമാണ് നമ്മൾ ഉണ്ടായിരുന്നത്, അതല്ലാതെ ഒന്നുമില്ല. അങ്ങനത്തെ എത്രയോ വെള്ളത്തുള്ളികൾ ഒലിച്ചുപോയി, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വെള്ളത്തുള്ളികൾ അതുപോലത്തത് അങ്ങനെ ഒലിച്ചുപോയി, ഒന്നിനും ഉപകാരപ്പെട്ടില്ല. പക്ഷേ ആ വെള്ളത്തുള്ളിയിൽ നിന്ന് ഒരു തുള്ളിയെ, ഒരു കണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തതിൽ അല്ലാഹു തആല അവന്റെ റുബൂബിയത്തിന്റെ ഫൈലാൻ അനുഗ്രഹിച്ചുകൊണ്ട് അതിലൂടെയാണ് നമ്മുടെ നിർമ്മാണത്തിന് അല്ലാഹു തആല തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ചിത്രം വരക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ആ ഒരു തുള്ളിയെയാണ്. അങ്ങനത്തെ എത്രയോ തുള്ളികൾ ഒഴുകിപ്പോയില്ലേ? ആ ഒഴുകിപ്പോയ കൂട്ടത്തിൽ ഇതും ഒഴുകുകയാണെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്താനുണ്ടായിരുന്നത് ആരാണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒഴുകുന്നതിനോടൊപ്പം ഒഴുകാതെ അതിൽ നിന്ന് ഒന്നിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമുക്ക് ചിത്രം വരയ്ക്കുകയാണ്. നാം മനസ്സിലാക്കണം, നമ്മൾ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അതിഥി തൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ മാതാവിന് പോലും അറിഞ്ഞുകൂടാ, നമ്മളെ പിതാവിന് അറിഞ്ഞുകൂടാ.
നമ്മളെ ഏത് കോലമാണ് ഉണ്ടാവുക, ഏത് രൂപമാണ് ഉണ്ടാവുക എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിൽ നിശ്ചയിച്ചതായ, അവൻ ഇഷ്ടപ്പെട്ടതായ രൂപമേതോ കോലമേതോ ആ കോലത്തിലുള്ള ചിത്രമാണ് ആ തുള്ളി ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല അവിടെ വരച്ചെടുക്കുന്നത്. യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു എങ്ങനെ ഉദ്ദേശിച്ചോ ആ വിധത്തിൽ നിങ്ങൾക്കുള്ള ചിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ വരക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട കോലമേതോ ചിത്രമേതോ രൂപമേതോ ആ രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ എയർപോർട്ടുകളിലും മറ്റൊക്കെ പോകുന്ന സമയത്ത് അവിടെ സ്കാനർ വെച്ചുകൊണ്ട് നമ്മളെ കണ്ണിന്റെയും നമ്മളെ മുഖത്തിന്റെയും ഒക്കെ ഫോട്ടോ എടുക്കാറുണ്ട് അവര്. എന്തിന്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ, ഒരു കണ്ണിന്റെ ഒക്കെ ചിത്രം അവർ പകർത്തുന്നത്? ഈ സയന്റിസ്റ്റുകൾക്ക്, ശാസ്ത്രജ്ഞർക്ക് അറിയാം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ മനുഷ്യകൂടെ കൂട്ടത്തിൽ ഒരാളോട് സമമായി മറ്റൊരാളും തന്നെ ഇല്ല. ഒരാളുടെ കണ്ണ് പോലത്തെ കണ്ണ് പിന്നെ ലോകത്ത് വേറൊരാൾക്കില്ല. ഒരാൾക്കുള്ള മുഖം പോലത്തെ മുഖം ലോകത്ത് ഒരാൾക്കുമില്ല. ഈ ആളെ തിരിച്ചറിയാനാണ് ഈ നിലക്കുള്ള ഒരു സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ഫോട്ടോ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചിത്രം എത്ര അപൂർവമായ ഒരു ചിത്രമായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇന്ന് ഒരു എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ നേരത്തെയുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് അപ്പടി കോപ്പി അടിച്ചുകൊണ്ടാണ് അതുപോലെ ഈ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചുണ്ടാക്കുന്നത്. എന്നാൽ നമ്മളെ നിർമ്മിച്ചതായ, നമ്മെ പടച്ചതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ മറ്റൊരാൾ ഉണ്ടാക്കിയ കോലമോ ചിത്രമോ ഒന്നുമില്ല. അവൻ ഏതൊരു കോലത്തിലാണോ അറിഞ്ഞതെങ്കിൽ അവന്റെ ഇൽമിലുള്ള അതേ ചിത്രം, അവൻ ഇഷ്ടപ്പെട്ടതേതോ അത് മറ്റൊരാളോടും ഒരു നിലക്കും യോജിക്കാത്ത, തുല്യതയില്ലാത്ത ഒരു കോലമാണ് അല്ലാഹു തആല നമുക്ക് വേണ്ടി ചിത്രം വരച്ചത്. അങ്ങനെയാണ് അല്ലാഹു തആല അവന്റെ റുബൂബിയ്യത്തിലെ പ്രവർത്തനങ്ങൾ നമ്മളോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. قلبي ضياء يا أنيس